Good evening. Unni. Unni join ചെയ്തിട്ടില്ലേ? ഉണ്ണി കേൾക്കുന്നില്ല. കേൾക്കാമോ? ഓഡിയോ വീഡിയോ ഒക്കെ ആണോ? Okay. So see, today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒരു മിനിറ്റ്, ജസ്റ്റ് എ സെക്കൻഡ്. ഇത് Okay. So we'll begin. അപ്പോൾ today we'll be discussing about ശരിക്കും ഈ ടോപ്പിക് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിന്റെ കീഴിലാണ് വരുന്നത്, where we find the residual entropy. അപ്പോൾ എന്താണ് ഈ residual entropy എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കെമിക്കൽ തെർമോഡൈനാമിക്സിന്റെ തേർഡ് ലോയിലാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നമുക്ക് ലോ എഴുതാം. തേർഡ് ലോ നമ്മൾ വീണ്ടും കെമിക്കൽ തെർമോഡൈനാമിക്സിന്റെ കീഴിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ടുഡേസ് ടോപ്പിക് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോ എഴുതാം. ലോ പറയുന്നത് ഇതാണ്, ഒന്ന് എഴുതിക്കോളൂ. സോ ദി എൻട്രോപ്പി ഓഫ് പ്യോർ ആൻഡ് കോർഡിനേഷൻ എടുക്കാം എന്നാണ് വിചാരിച്ചത്. ഓൾ ഓഫ് എ സഡൻ എനിക്ക് മീറ്റിംഗ് വന്നു, അതുകൊണ്ടാണ് വീണ്ടും ടോപ്പിക്കും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വന്നത്. Okay, so take down the question. This is no, not the question. Definition എഴുതൂ. Third law of thermodynamics. Third law of thermodynamics. അപ്പോൾ according to the third law, അവർ പറയുന്നത് the entropy of pure and perfectly crystalline solid at absolute zero എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന 0 കെൽവിൻ ആണ് കേട്ടോ. at absolute zero is 0. This is the third law. Okay, ഇതാണ് third law. Okay, so according to the third law of thermodynamics, അവർ പറയുന്നത് നമ്മളൊരു പ്യുവർ ആയിട്ടുള്ള പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. തേർഡ് ലോന്റെ ലിമിറ്റേഷൻ വരുന്നത് ഇവിടെയാണ്. അവർ കൺസിഡർ ചെയ്തത് പ്യുവർ ഇൻ ദ സെൻസ് പ്യുവർ കമ്പോണൻസ്, അതിലൊരൊറ്റൊരു കമ്പോണൻറ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് പ്യുവർ. ഓക്കെ, ബട്ട് പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് വെച്ചാൽ perfectly crystalline means അവന്റെ orientation should be perfect.
ഓറിയന്റേഷൻ ഷുഡ് ബി ഓർഡേർഡ് ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ. നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഓറിയന്റേഷൻ ഒരേപോലെ ആയിരിക്കണം, എങ്കിലാണ് അത് പെർഫെക്റ്റ് ആണെന്ന് പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു ഇല്ലസ്ട്രേഷന് വേണ്ടിയിട്ട്, സപ്പോസ് ഐ ടേക്ക് എ ക്രിസ്റ്റൽ. ഈ ക്രിസ്റ്റലില് ഇങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കൂ. ദിസ് ഇസ് പെർഫെക്റ്റ്ലി ഓർഡേർഡ്. ജസ്റ്റ് ഒരു ഹൈപ്പത്തറ്റിക്കൽ കേസ് ഞാൻ എടുത്തേക്കുന്നതാണ്. ദിസ് ഇസ് പെർഫെക്റ്റ്ലി ഓർഡേർഡ്. ഓക്കെ, നേരെ മറിച്ച് ഇഫ് ഐ ടേക്ക് അനാദർ ക്രിസ്റ്റൽ, ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കൂ. ഒരാൾ മാത്രം ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കുക. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ദിസ്, ഇത് പെർഫെക്റ്റ്ലി ഓറിയന്റഡ് അല്ല. ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരു ഡിസോറിയന്റേഷൻ വന്നിട്ടുണ്ട്. സോ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ എന്താ പറ്റിയതെന്ന് വെച്ചാൽ, ഈ മൈക്രോ ലെവലിലുള്ള ഇത്തരം ചേഞ്ചസ് ഇല്ലേ, അത് അവർ കൺസിഡർ ചെയ്തില്ല. ഓക്കെ, ദേ ഡിഡ്ന്റ് കൺസിഡർ സച്ച് ഡിസോറിയന്റേഷൻസ്. അവര് വെൻ പോസ്റ്റുലേറ്റിംഗ് ദ തിയറി അവർ പറഞ്ഞത് പ്യോറും ക്രിസ്റ്റലൈൻ സോളിഡും എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അബ്സല്യൂട്ട് സീറോയില് അവരുടെ എൻട്രോപ്പി സീറോ ആകും എന്നാണ് പറഞ്ഞത്. ബട്ട് വാട്ട് വി ക്യാൻ സീ ഇസ്, ചില സിസ്റ്റംസ് എല്ലാം ഈ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാവരും ഈ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എക്സാമ്പിൾസ് CO, എക്സാമ്പിൾസ് കാണാപ്പാടം പഠിച്ചോളൂ കേട്ടോ. CO, NO, D2, H2 ആൻഡ് N2O. ഈ സിസ്റ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വാട്ട് വി ക്യാൻ സീ ഇസ് അറ്റ് 0 കെൽവിൻ അവരുടെ എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പി ഇസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് മീൻസ് അവർ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒബേ ചെയ്യുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നില്ലേ? അക്കോർഡിംഗ് ടു ദ തേർഡ് ലോ, ഒരു സോളിഡ് എന്ന് പറയുന്നത് പ്യോർലി ഇൻ കമ്പോണന്റ് വൈസ് ആൻഡ് അത് ക്രിസ്റ്റലൈൻ ആണെങ്കിൽ 0 കെൽവിനിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവന്റെ എൻട്രോപ്പി വിത്തിൻ ദ സിസ്റ്റം 0 ആകേണ്ടതാണ്. എൻട്രോപ്പി സീറോ വാട്ട് ഡസ് എൻട്രോപ്പി മീൻ? നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് എ ഡിഗ്രി ഓഫ് റാൻഡംനെസ്. ഓക്കെ, അപ്പൊ 0 കെൽവിൻ ടെമ്പറേച്ചർ അത്രയും കുറയ്ക്കുകയാണെങ്കിൽ അതിൽ റാൻഡംനെസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, എന്നുള്ളതാണ് ശരിക്കും തിയറി പറയുന്നത്. ബട്ട് ദർ ആർ സിസ്റ്റംസ് വെയർ ഈവൻ ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് റെഡ്യൂസ്ഡ് ടു 0 കെൽവിൻ അവിടെ എൻട്രോപ്പി 0 ആവുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് ഫ്രം കാർബൺ മോണോക്സൈഡ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ബി വെരി കെയർഫുൾ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങാനും വാട്ട് ഇസ് ദി നമ്മളിത് ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ട് പോകും. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദിസ് കാർബൺ മോണോക്സൈഡിന്റെ ബേസിസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ സി, ഇഫ് ദേ ആസ്ക് യു വാട്ട് ഇസ് ദ എൻട്രോപ്പി ഓഫ് കാർബൺ മോണോക്സൈഡ് അറ്റ് 0 കെൽവിൻ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ 0 ഉണ്ടാകും. ഗേറ്റിനും ചോദിച്ചിട്ടുണ്ട്, നെറ്റിനും ചോദിച്ചിട്ടുണ്ട്. ബട്ട് ദി ആൻസർ ഇസ് നോട്ട് 0. കാരണം വിത്തിൻ ദ ക്രിസ്റ്റൽ ഈ കാർബൺ മോണോക്സൈഡിന് രണ്ട് രീതിക്ക് അറേഞ്ച് ആകാം. ഓക്കെ, ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ്, കാർബൺ oxygen. Okay, this is one possibility. Or it can even arrange like this. Okay, so crystals in ഇത്തരം രണ്ട് ഓറിയന്റേഷൻസിനുള്ള പോസിബിലിറ്റി വരുന്നത് കൊണ്ട് ഈവൻ ഇഫ് ദ ടെമ്പറേച്ചർ 0 കെൽവിൻ പല പോസിബിലിറ്റീസ് ഓഫ് അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് അവന്റെ എൻട്രോപ്പി 0 ആകുന്നില്ല. So that is where statistical thermodynamics comes into action. Okay, നമ്മൾ എൻട്രോപ്പി കണ്ടുപിടിക്കുന്നത് it is KB ln W. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് കെമിക്കൽ തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. ഈ ഒരു ഇക്വേഷൻ ഉള്ളൂ റെസിഡ്യുവൽ എൻട്രോപ്പിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് കാർബൺ മോണോക്സൈഡിന്റെ സപ്പോസ് ദേ ആസ്ക് us what is the entropy. What does residual mean? Residual അതിന്റെ അർത്ഥം എന്താ? See, temperature 0 ആക്കി എന്ന് വെച്ചാൽ ദി എൻട്രോപ്പി ഡ്യൂ ടു ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ തെർമൽ എൻട്രോപ്പി ആണ് അവർ എടുത്ത് ചോദിച്ചിട്ടില്ല. ബട്ട് സി തെർമൽ എൻട്രോപ്പി ആണ് അവർ ചോദിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ, ഇറ്റ് ഇസ് 0. അത് ഇതിലുള്ള ഏത്, ഇപ്പൊ സപ്പോസ് നമ്മൾ CO എടുത്താലും NO എടുത്താലും D2 എടുത്താലും H2 എടുത്താലും N2 എടുത്താലും ഇതിൽ ഏത് സിസ്റ്റം എടുത്താലും
If they ask us the value of thermal entropy, that is entropy due to a temperature difference, that is 0. കാരണം ടെമ്പറേച്ചർ മൂലം അതിനുള്ളിൽ വൈബ്രേഷനോ നടക്കുന്നില്ല, ഡിസലൈൻമെന്റോ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് തെർമൽ എൻട്രോപ്പി 0. പക്ഷേ എങ്കിൽ പോലും ആ സിസ്റ്റമിന്റെ എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പിയുടെ വാല്യൂ നമുക്ക് 0 ആയിട്ടല്ല കിട്ടുന്നത്. വൈ? ബിക്കോസ് ഓഫ് ദ പോസിബിലിറ്റീസ് ഇൻ റീഅറേഞ്ചിങ് ദീസ് മോളിക്യൂൾസ്. ഓക്കെ, എന്താണ് ഇവിടെ? വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? ഡബ്ല്യു. പറയൂ. സിന്ധു വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. Okay. Okay, thank you. Okay, so നമുക്ക് കാർബൺ മോണോക്സൈഡിനെ രണ്ട് രീതിക്ക് അറേഞ്ച് ചെയ്യാം. So that's why in this equation W എന്ന് വെച്ചാൽ എന്താ? W can be anything. It can be the number of ways we can arrange it, that is number of possible arrangements. Questionൽ ഇതൊക്കെ ഏത് വാക്ക് കണ്ടാലും it's the same equation. നമ്പർ ഓഫ് പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ കാർബൺ മോണോക്സൈഡിന്റെ കേസിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് പോസിബിൾ അറേഞ്ച്മെന്റ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ചോദിക്കാം. നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. ഓർ അവരെന്ത് ചോദിക്കാം? ഇൻ ടേംസ് ഓഫ് ഡീജനറസി. ഇൻ ടേംസ് ഓഫ് ഡീജനറസി. സോ ഡബ്ല്യുനെ ദീസ് ഓൾ ടേംസ് ആർ ഇന്റർചേഞ്ചബിൾ. ഓക്കെ, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഡബ്ല്യു തന്നെയാണ്, അവന്റെ വേറെ വേറെ പേരുകളാണ്. സോ കാർബൺ മോണോക്സൈഡിന്റെ എൻട്രോപ്പി. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റെസിഡുവൽ എൻട്രോപ്പിനെ കുറിച്ചാണ്. ഈവൻ ഇഫ് ദ തെർമൽ എൻട്രോപ്പി 0, തെർമൽ എൻട്രോപ്പി 0 ആയിക്കോട്ടെ, അതിന്റെ ഓറിയന്റേഷനിലുള്ള പല പല പോസിബിലിറ്റീസ് കാരണം കുറച്ച് എൻട്രോപ്പി ആ സിസ്റ്റമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് റെസിഡുവൽ എൻട്രോപ്പി. അതാണ് ചോദ്യം വരിക. റെസിഡുവൽ എൻട്രോപ്പി S is equal to KB ln W. What is KB? ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, രണ്ട് രീതിക്ക് അവർക്ക് ചോദിക്കാം എൻട്രോപ്പി. ഓക്കെ, രണ്ട് രീതിക്ക് അവർക്ക് ചോദിക്കാം. ദിസ് ഇസ് ഫോർ വൺ മോളിക്യൂൾ. KB എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ വാല്യൂ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ വൺ മോളിക്യൂൾ. വൺ മോളിക്യൂൾ. 1 മോൾ ആണെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ഫോർ 1 മോൾ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? If it is for 1 mole, നമ്മൾ എന്താ ചെയ്യാ? This is for 1 molecule, okay? അപ്പൊ നമ്മുടെ അടുത്ത് പറയാണ് for 1 mole എന്ന് പറയാന്ന് വിചാരിക്കൂ. For 1 mole നമ്മൾ എന്ത് ചെയ്യും? KB ln W. This is for 1 molecule. 1 mole എത്ര molecules ഉണ്ട്? Avogadro. Okay, so KB Na becomes R. R ln W. Okay, അപ്പൊ ഇതൊന്ന് സൂക്ഷിച്ചോളൂ. അവര് ക്വസ്റ്റ്യനിൽ പെർ മോളിക്യൂളും ചോദിക്കാം, പെർ മോളും ചോദിക്കാം. സോ ഡിപെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. കാർബൺ മോണോക്സൈഡ് തന്നെ മോളിക്യൂളിന്റെ ടേംസിലും ചോദിച്ചിട്ടുണ്ട്, മോളിന്റെ ടേംസിലും ചോദിച്ചിട്ടുണ്ട്. സോ ബോത്ത് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ PYQs. ഓക്കെ, ശരി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഒറ്റ സെക്കൻഡ് കേട്ടോ, എനിക്ക് ഡ്രാഗ് ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ. ശരി, സപ്പോസ് ചെയ്യാം. റെഡിയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ തീർക്കാം കേട്ടോ. ബിക്കോസ് ഫിസിക്കലിന്റെ ബേസിക് പോർഷൻസ് തീർന്നു, കുറച്ച് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊന്നും ലോജിക്കലായിട്ട് തോന്നുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. പറയൂ, ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞത് റെസിഡുവൽ എൻട്രോപ്പി കാണാൻ വേണ്ടിയിട്ട് ദ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ടു അപ്ലൈ S is equal to KB ln W. W എന്ന് വെച്ചാൽ എത്രയൊക്കെ രീതിക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ സിസ്റ്റംസ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് കാർബൺ മോണോക്സൈഡിൽ നിന്നാണ്. ഓക്കെ, ആൻഡ് ശരിക്കും തേർഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡിനെ, സപ്പോസ് പ്യോർലി ക്രിസ്റ്റലൈൻ സോളിഡിനെ 0 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ, സിൻസ് ദ ടെമ്പറേച്ചർ ഇസ് 0, അതിന്റെ എൻട്രോപ്പി 0 ആകേണ്ടതാണ്. ബട്ട് ദാറ്റ് ഇസ് തെർമൽ എൻട്രോപ്പി. ഓക്കെ, അതല്ലാതെ അതിന്റെ ഓറിയന്റേഷണൽ പോസിബിലിറ്റീസ് കാരണം അതിൽ കുറച്ച് എൻട്രോപ്പി ബാക്കി വരുന്നതായിട്ട് കാണുന്നുണ്ട്.
That is called residual, baki, residual entropy. Residual entropy in the equation on S is equal to Kb ln W, or if you have to find it for 1 mole, you will substitute R ln W. R is universal gas constant. Okay, R is universal gas constant. And the relation? Kb is the constant which is used for 1 molecule. Into Na ചെയ്ത് കഴിയുമ്പോൾ R. This is the relation. Okay, so I'll give you 2 to 3 questions. നിങ്ങൾ തനിയെ ചെയ്യാം. ഒരെണ്ണം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. So suppose they ask question like this. 135 trisubstituted benzene in the residual entropy ചോദിക്കുകയാണെങ്കിൽ, see this is a possibility of arrangement. ഇങ്ങനെ arrange ചെയ്യാം. അല്ലെങ്കിൽ ഇവനൊന്ന് rotate ചെയ്യൂ. rotate ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയോ. This is a different orientation. അല്ലേ, ഇതൊരു ഡിഫറെന്റ് ഓറിയന്റേഷൻ ആണ്. ദിസ് ഇസ് പോസിബിൾ. ഒന്നുകൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താലോ, ഇവിടെ എത്തി അല്ലേ, ഇവിടെ എത്തി. സോ ഇത് നമുക്ക് കൂട്ടാമോ? എത്ര നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ വാട്ട് വിൽ ബി അവർ ആൻസർ? 3 ഉണ്ടോ? 3 ഇല്ല. Okay, 3 and 1 are the same alle. Both are the same type of orientation. So this is not included. So ingane oru system namukku tannittuണ്ടെങ്കിൽ W is equal to 2. So what will be the residual entropy? Residual entropy will be K ln 2. K ln 2. Boltzmann constant ട്ടോ. Kb ln 2. Okay alle? Okay, so try next one. തനിയെ ചെയ്യാ. ചെയ്യൂ. Find what are the number of possible arrangements and find the value of residual entropy. നെറ്റിനൊക്കെ ആണെങ്കിൽ അവർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. In the case of gate, you'll have to substitute the value. കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ശരി, പെട്ടെന്ന് പറയൂ കേട്ടോ. എന്താണ്, എത്ര കിട്ടിയ? പറയൂ. 3 ചാറ്റ് ബോക്സിലിട്ടാ ഞാൻ കാണില്ല കേട്ടോ. അതിലുള്ള എൻട്രോപ്പി അത് ഉണ്ണി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോട്ടോ, ഞാൻ കേക്കില്ല. ശരി, ഞാൻ കാണില്ല, ഞാൻ സ്ക്രീനെ കാണുള്ളൂ, ചാറ്റ് ബോക്സ് കാണില്ല. 3 ആണോ വന്നേ? 3 പോസിബിൾ ആണോ? നോക്കാം. സപ്പോസ് ഇങ്ങനെ ഒരെണ്ണം വരും. ദിസ് ഇസ് എ പോസിബിൾ അറേഞ്ച്മെന്റ്. ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ വരും. ഇനിയും ചെയ്യാം. ഇങ്ങനെ വരും. റൊട്ടേഷനിൽ ഇങ്ങനെ വരും. ഇനി അടുത്ത റൊട്ടേഷനിൽ വീണ്ടും ഇങ്ങോട്ട് വരും. എങ്ങനെ ഉണ്ണി 3 കിട്ടിയ? ഇത്രയും പോസിബിലിറ്റീസ് വരില്ലേ? അല്ല, ഈ ലാസ്റ്റ് വരച്ചേക്കണ 3 എണ്ണം ഇല്ലേ? അത് ഇതിന്റെ സെയിം ആണെന്ന് വിചാരിച്ചോ?
ഇല്ല കേട്ടോ. നോ ദാറ്റ് ഇസ് അത് വരുന്നത് എപ്പോഴാ? ദാറ്റ് ഇസ് ഇൻ ഗ്രൂപ്പ് തിയറി. നിങ്ങൾ വിചാരിക്കരുത് ഇത് രണ്ടും സെയിം ആണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് രണ്ടും സെയിം റിഫ്ലക്ഷൻ ആണല്ലോ, സെയിം ആണെന്ന് വിചാരിക്കരുത്. ദാറ്റ് ഇസ് ഡിഫറെന്റ്. ഓക്കെ, ഇവിടെ നമ്മൾ സീ ദ ടെമ്പറേച്ചർ 0 Kelvin. ഓൾ ദീസ് ഫോംസ് ആർ ഫ്രീസ്ഡ്. അവർക്ക് അനങ്ങാൻ പറ്റില്ല. ഒരു ക്രിസ്റ്റലിന്റെ ഉള്ളില് ഈ ഒരു ഫോം ദാറ്റ് ഇസ് 1,2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, ഈ ഒരു ഫോമിന് എങ്ങനെ വേണമെങ്കിലും എക്സിസ്റ്റ് ചെയ്യാം. സോ ദീസ് ടു ആർ നോട്ട് സെയിം. 6 അറേഞ്ച്മെന്റ്സ് ആണുള്ളത്. ഓക്കെ, 6 അറേഞ്ച്മെന്റ്സ് ആണുള്ളത്. ആസ് എ റിസൾട്ട് ആൻസർ എന്തായിരിക്കും? S is equal to KB ln W അല്ലേ? 6. ഓക്കെ, നെറ്റിന് സാധാരണ ഇങ്ങനെ ചോദിച്ചു നിർത്താറുണ്ട്. ഇനി അതല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് KB. ഓക്കെ, എന്താ വരിക? 1.38 into 10 to the power 23. ഓക്കെ, ln 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വാല്യൂ ആണ് കേട്ടോ. 1.38 into 10 to the power minus 23 joule per Kelvin per molecule. കേട്ടോ. അപ്പൊ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. പെർ മോളിക്യൂൾ വരുമ്പോൾ നമ്മൾ ബോൾസ്മാൻ കോൺസ്റ്റന്റും പെർ മോൾ വരുമ്പോൾ നമ്മൾ ആരുമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ വൺ ലാസ്റ്റ് വൺ. ഓക്കെ, ആൻസർ പറയൂ. ത്രീ. ഓക്കെ, നോക്കാം. ദിസ് ദ ഫസ്റ്റ് വൺ. അപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ വേണമെങ്കിൽ അവന് ഇങ്ങനെ ഇരിക്കാം. ഇനി അതല്ലാച്ച അവന് ഇങ്ങനെ ഇരിക്കാം. പാരാ പൊസിഷനിലായ പോരെ. ഓക്കെ, നെക്സ്റ്റ് റൊട്ടേഷനിൽ അത് വീണ്ടും ഇങ്ങനെയാവും അല്ലേ? സോ ദീസ് ആർ ദ പോസിബിലിറ്റീസ്. S is equal to KB ln 3. KB ln 3. ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ചോദിക്കില്ല കാരണം കുറെ ചോദിച്ചു കഴിഞ്ഞു. കാർബൺ മോണോക്സൈഡ് തന്നെ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഫോർ കാർബൺ മോണോക്സൈഡ് ഇറ്റ് ഇസ് 2. ഇനി ചോദിക്കാൻ ചാൻസ് ഇല്ല. ഏത് സിസ്റ്റം ഇങ്ങനെ തന്നാലും വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഡ്രോ ദി പോസിബിൾ ഓറിയന്റേഷൻസ്. ഓക്കെ, പോസിബിൾ ഓറിയന്റേഷൻസ് വരച്ചു നോക്കാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈപ്പ്. ഇനി പറയാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കലും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിന്റെ ആവശ്യമില്ല ശരിക്കും. എനിക്കൊരു 6 ഫോർമുലാസ് മാത്രം തരാൻ മതി. 6 ഫോർമുലാസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ലേൺ 6 ഫോർമുല. ബൈ ഹാർട്ട് ആക്കി പഠിക്കണം. ഇപ്പോഴേ ചാർട്ട് ആക്കിക്കോളൂ. ഞാൻ തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ഫ്ലോ വരെയുള്ള ഫോർമുലേസ് ഒക്കെ കണ്ടൻസ് ചെയ്തിട്ട് ഒരു പേപ്പറിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പഠിക്കുക. അതുപോലെ ഫോർമുല ബുക്ക് റെഡി ആക്കിക്കോളുക കേട്ടോ. കീപ് ഇറ്റ് അപ്ഡേറ്റഡ്. എന്നും രാവിലെ ഒരു അരമണിക്കൂർ ഫോർമുല പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെക്കുക. മറന്നു പോവും. കാരണം അറ്റ് ദി എൻഡ് നമുക്ക് ഫിസിക്കലിൽ നിന്നുള്ള കോൺസെപ്റ്റ് അല്ല എങ്ങനെ വന്നു, എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നല്ല വേണ്ടത്. അവസാനത്തെ ഫോം ആണ് വേണ്ടത്. സോ പ്ലീസ് ഡു ഹാവ് ഫോർമുല ബുക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ബുക്കായിട്ട് സൂക്ഷിക്കാൻ പ്രയാസം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഒരു A4, ഒരു 2 A4s തെർമോഡൈനാമിക്സ് മുഴുവൻ കവർ ചെയ്യുക. അടുത്ത 2 എണ്ണത്തിൽ ഗ്രൂപ്പ് തിയറി മുഴുവൻ കവർ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. പക്ഷെ ഡു ഹാവ് ഇറ്റ്. അതിന്റെ ഗുണം പരീക്ഷയുടെ തലേ ദിവസമാണ് നമ്മൾ അറിയുള്ളൂ. ശരി, സോ നൗ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് പറഞ്ഞ സി വാട്ട് വി ഡു ഹിയർ ഇസ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ആൻഡ് statistical. Okay, statistical. Okay, അപ്പോൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് വി ഹാവ് എ സിസ്റ്റം, നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ സിസ്റ്റമിന്റെ ഉള്ളിൽ സപ്പോസ് എനി ഐഡിയൽ ഗ്യാസ്, കാർബൺ ഡയോക്സൈഡോ അതുപോലെ എന്തെങ്കിലും, സപ്പോസ് ഐ ഹാവ് കൺസിഡേർഡ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ, ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ എന്താ നമ്മൾ പറയാന്ന് വെച്ചാൽ ഈ സിസ്റ്റമിന്റെ ബൾക്ക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുക.
ബൾക്ക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ അവരുടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്താണ്, അവരുടെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ബിഫോർ ആൻഡ് ആഫ്റ്റർ, നോട്ട് ബിഫോർ, ആഫ്റ്റർ ഓഫ് തെർമോഡൈനാമിക് പ്രോസസ് എന്താണ്, അതുപോലുള്ള സെവറൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് പഠിക്കുന്നത്? ഫോർ ദ ബൾക്ക്. ഓക്കെ, നേരെ മറിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലിൽ വാട്ട് വി ഡു ഇസ് ഇതിലുള്ള ഒരു മോളിക്യൂളിനെ നമ്മൾ ഫോക്കസ് ചെയ്യും. സിസ്റ്റം ആസ് എ ബൾക്ക് അല്ല, ഒരെണ്ണത്തിന് ഫോക്കസ് ചെയ്തിട്ട് ഓക്കെ വി ടേക്ക് വൺ മോളിക്യൂൾ ഔട്ട് ഓഫ് ദിസ് ബൾക്ക്, എന്നിട്ട് നമ്മൾ അവനെ പഠിക്കും. ഓക്സിജൻ. ഓക്കെ, so see, classical എന്ന് വെച്ചാൽ this is at the macroscopic level. മാക്രോസ്കോപ്പിക് ലെവലില് പ്രോപ്പർട്ടീസിനെ, മോളാർ പ്രോപ്പർട്ടീസിനെ സ്റ്റഡി ചെയ്യുന്നതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാരലൽ ആയിട്ട് അല്ലേ. ദാറ്റ് ഈസ് ഇന്റർണൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി, വാട്ട് എവർ ഇറ്റ് ഇസ്, കെമിക്കൽ പൊട്ടൻഷ്യൽ, മോളാർ വോളിയം, എന്താണെങ്കിലും പ്രഷർ, ടെമ്പറേച്ചർ. സോ ദീസ് ആർ ഓൾ മാക്രോസ്കോപ്പിക് ആൻഡ് വി ലേൺ ദി വാട്ട് എവർ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നത് ഫോർ ദ ബൾക്ക് ആണ്, ഫോർ ദ ബൾക്ക്. സ്റ്റാറ്റിസ്റ്റിക്കൽ അങ്ങനെയല്ല. ഈ ബൾക്കിന്റെ ഉള്ളിൽ നിന്ന് we'll take one molecule, ഒരു മോളിക്യൂളിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇനി ഈ മോളിക്യൂൾസിന്റെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇഫ് യു ഹാവ് ടു മെഷർ ദി ബോണ്ട് ആംഗിൾ, അതൊരു മോളിക്യൂളിന്റെ പാരാമീറ്റർ ആണ്. ഓക്കെ, ഇഫ് യു ഹാവ് ടു മെഷർ ദി ബോണ്ട് സ്ട്രെങ്ത്, this is another molecular parameter. If you have to measure the bond length, appo these are all things which are related at the molecular level, or you can say the microscopic level. Microscopic level. ഓക്കെ, സോ ഇവിടെ വാട്ട് വി സ്റ്റാറ്റിസ്റ്റിക്കലിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഈ മോളിക്കുലർ ലെവലിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ വാട്ട് വി നീഡ് ഇസ്, നമുക്ക് ഏതാ ബ്രാഞ്ച് ആവശ്യം? ക്വാണ്ടം മെക്കാനിക്സിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാം. ബോണ്ട് ലെങ്ത് ആയിക്കോട്ടെ, ബോണ്ട് സ്ട്രെങ്ത് ആയിക്കോട്ടെ, ബോണ്ട് ആംഗിൾ ആയിക്കോട്ടെ, ദീസ് ആർ ഓൾ ലേൺഡ് അറ്റ് ക്വാണ്ടം ലെവൽ ഓർ മൈക്രോസ്കോപ്പിക് ലെവൽ. ആൻഡ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ മാക്രോസ്കോപ്പിക് ലെവലിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിന്റെയും ഇടയിലുള്ളൊരു ബ്രിഡ്ജ് ആയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് ഇതിന്റെ ഉള്ളിൽ Na മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. Na 1 മോൾ ആണ്. അപ്പൊ നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡ് ഓരോന്നും ഓക്കെ 6.022 into 10 to the power 23 മോളിക്യൂൾസ് ഇല്ലേ, ഈ 23 മോളിക്യൂൾസിന്റെയും ഏതെങ്കിലും ഒരു പാരാമീറ്റർ നമ്മൾ എടുക്കും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. Na മോളിക്യൂൾസിന്റെ വാല്യൂസ് ഒക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് then you will take the average വാല്യൂ ആയിരിക്കും അതിന്റെ ബൾക്ക് പ്രോപ്പർട്ടിയുടെ വാല്യൂ. അങ്ങനെയാണ് നമ്മൾ ശരിക്കും റിലേറ്റ് ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് is something where we learn the properties at the bulk level. That is classical. Statistical എന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്ട്സിന്റെ സഹായം വെച്ചിട്ട് we are going to learn all the properties. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എൻട്രോപ്പി ആണ്. ഓക്കെ, എൻട്രോപ്പി. സോ അത് ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്ട്സിന്റെ സഹായം വെച്ചിട്ട് we are going to learn all those properties at the microscopic level. So that is all about statistical. Okay, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടു എന്നേ ഉള്ളൂ. നോ ഇഷ്യൂസ്. അടുത്ത ക്ലാസ്സിൽ വേണം റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇനി നമ്മളിത് നോക്കുന്നത് റെസിഡ്യുവൽ എൻട്രോപ്പി ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ they'll ask you പല ടൈപ്പ് ഉണ്ട്. അതില് ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഓക്കെ, ഇതിപ്പോ ഓൾറെഡി ഞാൻ 2 ബാച്ചസിന് ഇത് എടുത്തു കഴിഞ്ഞതാണ്. സോ ഐ നോ എവിടേക്കാണ് തെറ്റ് വരിക എന്നുള്ളത് ഏകദേശം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബാച്ച് 1 and 2 ഫ്രീ ആണെങ്കിൽ ഒന്നുകൂടെ കേൾക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് വെച്ചാൽ ഐഡന്റിക്കൽ അല്ല. ദാറ്റ് ഈസ് ഗ്രൂപ്പ് തിയറി. ഓക്കെ, ഇവിടെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഇസ് നോട്ട് സെയിം ആസ് ഐഡന്റിക്കൽ. അത് ആദ്യം മനസ്സിലാക്കണം. ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യനിലെ CSIR ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെയുണ്ട്, ഐഡന്റിക്കൽ ആൻഡ് ഡിസ്റ്റിങ്വിഷബിൾ എന്ന് അവർ ക്വസ്റ്റ്യനിൽ എഴുതും. അപ്പൊ കൺഫ്യൂഷൻ വരും.
ഐഡന്റിക്കൽ ആണെങ്കിൽ അവരെ എങ്ങനെയാ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക എന്നൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഐഡന്റിക്കൽ ഇൻ ദ സെൻസ് എല്ലാവരും റൗണ്ട് ഷേപ്പിലാണെങ്കിൽ എല്ലാവരും റൗണ്ട് ഷേപ്പിൽ, അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ബട്ട് ദ കളർ മൈറ്റ് വേരി. ഓക്കെ, അത് മാത്രമാണ് ഐഡന്റിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഐഡന്റിക്കൽ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറഞ്ഞ ടേം ദേ ആർ നോട്ട് ദ സെയിം സ്റ്റാറ്റിസ്റ്റിക്കലിൽ. ഓക്കെ, ഇത് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പ് വരുത്തിക്കൊള്ളുക. ഫസ്റ്റ് തിങ്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അവസാനം ചാർട്ട് ആക്കാം. നിങ്ങൾ എഴുതണം നിർബന്ധം ഇല്ല, ബട്ട് ഇൻഡിസ്റ്റിങ്വിഷബിൾ. സപ്പോസ് നിങ്ങളുടെ അടുത്ത് ഇനി കെമിസ്ട്രി ഒക്കെ മാറ്റി വെച്ചോളൂ കേട്ടോ, നമുക്ക് ലോജിക്കൽ റീസണിങ്സ് മാത്രം മതി, കെമിസ്ട്രി ഒക്കെ മാറ്റി വെക്കാം. ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്, അവരുടെ റെസിഡുവൽ എൻട്രോപ്പി അല്ലെങ്കിൽ പോസിബിൾ അറേഞ്ച്മെന്റ്സ് നമ്മൾ W ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സെഷന്റെ അങ്ങേയറ്റം വരെ W കണ്ടുപിടിക്കും. W കണ്ടുപിടിക്കുകയാണെങ്കിൽ റെസിഡുവൽ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇറ്റ് ഇസ് S is equal to KB ln W, അത്രയേ ഉള്ളൂ. അപ്പൊ W മീൻസ് ഇറ്റ് ഇസ് എ പോസിബിൾ അറേഞ്ച്മെന്റ്സ്, എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ള പോസിബിലിറ്റി ആണ്. സോ ഫസ്റ്റ് വൺ, ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ആൻഡ് ലെറ്റ്സ് സേ ഫസ്റ്റ് കേസ് 1 വിത്ത് നോ റെസ്ട്രിക്ഷൻ. വിത്ത് നോ റെസ്ട്രിക്ഷൻ, ഒരു റെസ്ട്രിക്ഷൻ അവർ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. സപ്പോസ് അവരിങ്ങനെ തരും, ദി നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനെ ത്രൂ ഔട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക M കൊണ്ടാണ്. M, ഓക്കെ, ഏഞ്ചൽ ആൻഡ് റീഡ് നല്ലൊരു റെഫറൻസ് ആണ്. നിങ്ങൾക്ക് സമയം കിട്ടും നിങ്ങൾക്ക് അത് വായിക്കാം. ഏഞ്ചൽ ആൻഡ് റീഡ്. M is the number of states. ഓക്കെ, M is the number of states. അപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് സപ്പോസ് അവർ 3 തന്നു എന്ന് വിചാരിക്കുക. ആൻഡ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് എത്രയൊക്കെ പോസിബിൾ ഓറിയന്റേഷൻസ് ഉണ്ട്. ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇസ് 2. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് തന്നേക്കുന്നത്. ഫോർമുല ഉണ്ട്. ഫോർമുല പറയുന്നതിന് മുൻപ് ജസ്റ്റ് ട്രൈ ഇറ്റ്. എങ്ങനെ തന്നേക്കുന്നേ? അവർക്ക് ക്വസ്റ്റനിൽ ചിലപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ഹെഡിങ് എന്താ എഴുതിക്കണം? ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്നാണോ? ഓക്കെ, മേക്ക് ഇറ്റ് ഡിസ്റ്റിങ്വിഷബിൾ. ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും നമുക്ക്, അങ്ങനെ എഴുതും. ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ആദ്യം എളുപ്പമുള്ളത് പോവാം. ഡിസ്റ്റിങ്വിഷബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് 2 ബോൾസ് ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. സപ്പോസ് യു ഹാവ് എ ഗ്രീൻ ബോൾ ഓർ എ ഗ്രീൻ പാർട്ടിക്കിൾ ആൻഡ് ലൈറ്റ് വൺ. ഓക്കെ, അപ്പൊ 3 ലെവൽസും ഉണ്ട്. 3 ലെവൽസിൽ നമുക്ക് ഇവരെ ഫിൽ ചെയ്യണം. വാട്ട് ആർ ദി പോസിബിലിറ്റീസ്? ഒന്ന് തനിയൊന്ന് വരച്ചു നോക്കിക്കേ. ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. റെസ്ട്രിക്ഷൻ ഇൻ ദ സെൻസ് ചില ക്വസ്റ്റ്യൻസിൽ അവർ പറയും ഒരു ലെവലിന്റെ ഉള്ളിൽ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ മാത്രമാണ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പൊ ഇത് അങ്ങനെ യാതൊരു തരത്തിലുള്ള സ്പെസിഫിക്കേഷനും ഇല്ല. ജസ്റ്റ് അവർ മെൻഷൻ ചെയ്തേക്കണു 3 ലെവലുണ്ട്, 2 പാർട്ടിക്കിൾ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫൈൻ W. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ആദ്യത്തെ കേസിൽ സപ്പോസ് 2 പേരും ഒരേ ലെവലിൽ തന്നെ ഇരിക്കാന്ന് വിചാരിക്കൂ. ഇങ്ങനെ ആവാലോ. ദിസ് ഇസ് വൺ പോസിബിലിറ്റി അല്ലെ? ഇനി നെക്സ്റ്റ് കേസിൽ എന്താ സംഭവിക്കുന്നത്? സപ്പോസ് ഇവിടെ ഒരെണ്ണം ആൻഡ് അടുത്ത ലെവലിൽ ഒരാള്. സപ്പോസ് ഇങ്ങനെ, ദിസ് ഇസ് പോസിബിൾ അല്ലേ? ഇനി എനിക്ക് ലൈറ്റ് ഗ്രീനെ സെക്കൻഡ് ലെവലിലല്ല, വേണമെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ലൈക്ക് ദിസ്, റൈറ്റ്? ദിസ് ഇസ് പോസിബിൾ. ഇനിയോ ഡാർക്ക് ഗ്രീനെ ഇവിടെ പ്ലേസ് ചെയ്യാം, ലൈറ്റ് ഗ്രീനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി അതർ പോസിബിലിറ്റീസ്? See, the particles are distinguishable. ഇവരെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ഓക്കെ, വെറുതെ ബോൾസ് അല്ല ഇവര്, ഓർ വെറുതെ പാർട്ടിക്കിൾസ് അല്ല. വൺ ഇസ്
light and the other one is dark. ഇപ്പൊ നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഡാർക്ക് 1 അല്ലെ, ഡാർക്ക് പാർട്ടിക്കിളിന് ഫസ്റ്റ് ലെവലിലും ലൈറ്റ് 1ന് സെക്കൻഡ് ലെവലിലും ആണ്. നേരെ തിരിച്ചു പോസിബിൾ അല്ലേ? അല്ലേ? ഇങ്ങനെ ആയിക്കൂടെ? എല്ലാത്തിന്റെയും തലതിരിഞ്ഞ വേർഷൻസ്. These are all possible orientations. Like this. Clear ആണോ? So what are the number of possible ways? 9. Confusion undo? See, what you have to understand is the particles are identical and distinct. ചിലപ്പോൾ അവർ identical എന്ന് മെൻഷൻ ചെയ്യും, ഇല്ലെങ്കിൽ no problem. ഇനി അവർ identical എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ് ആവരുത്. Identical does not mean that they are indistinguishable. കേട്ടോ, അത് ഗ്രൂപ്പ് തിയറിയിലാണ്, അത് അവിടെ മാറി നിന്നോട്ടെ. ഐഡന്റിക്കൽ ഇൻ ദ സെൻസ് എല്ലാവരുടെയും എല്ലാ പാർട്ടിക്കിൾസിന്റെയും സൈസ് ഒരേപോലെയാണ്, അത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ബട്ട് ദേ ആർ ഡിസ്റ്റിംഗ്വിഷബിൾ ബേസ്ഡ് ഓൺ കളർ. ഓക്കെ, ദേ ആർ ഡിസ്റ്റിംഗ്വിഷബിൾ ബേസ്ഡ് ഓൺ കളർ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇവനും സെയിം അല്ല. ഓക്കെ, ഇവിടെ എന്താ? ഡാർക്ക് 1 is at the bottom, ഇവിടെ ലൈറ്റ് 1 is at the bottom. സോ നമുക്ക് എത്ര കിട്ടിയേക്കണേ? 9 പോസിബിലിറ്റീസ്. അപ്പൊ നമുക്ക് എക്സാമിന് ഇങ്ങനെ വരച്ചു നോക്കാനുള്ള സമയമൊന്നുമില്ല. വാട്ട് വി ഡു ഇസ്, ഇഫ് യു ഹാവ് m levels with n particles, the way in which we arrange is ചോദിച്ചിട്ടുണ്ട് m to the power n. ഇതാണ് ഫോർമുല, m to the power n. Okay, this is the way we do it. W is equal to m to. നമുക്ക് ഇവിടെ എന്തായിരുന്നു? 3 ലെവൽസ് ഉണ്ടായിരുന്നു, 2 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, 3 to the power 2, 9 കിട്ടുന്നില്ലേ? ഓക്കെ, ദിസ് ഇസ് എ ഫസ്റ്റ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്, ഈ ഫോർമുല ബേസ്ഡ് ചോദിച്ചു. അപ്പൊ നമുക്ക് ഫോർമുലാസ് ഓർത്തിരിക്കുക എന്നുള്ളതല്ല, ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം എന്നുള്ളത് കണക്ട് ചെയ്യാൻ കിട്ടണം. സോ ഐ ഗിവ് യു പ്രാക്ടീസ് സെറ്റ്സ്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ടൈപ്പ് 2. എഴുതൂ. ഓക്കെ ആണല്ലോ അല്ലേ? നൗ ടൈപ്പ് 2 അവർ പറയും റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറയും. ഇനി റെസ്ട്രിക്ഷൻ തന്നെ വിത്ത് റെസ്ട്രിക്ഷൻ തന്നെ 3 ടൈപ്പ് ഉണ്ട്. വിത്ത് റെസ്ട്രിക്ഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സപ്പോസ് 1 particle in each level. 1 particle in each level അങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെയിം കേസ് തന്നെ എടുക്കൂ. സപ്പോസ് യു ഹാവ് m is equal to 3 and n is equal to 2 and remember the particles are distinguishable. നമുക്ക് അവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ കണ്ടീഷൻ എന്താണ്? 3 ലെവൽസ് ഉണ്ട്, 2 പാർട്ടിക്കിൾസ് ഉണ്ട്, ഇവരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്റ്റിംഗ്വിഷബിൾ ആണ്, പക്ഷെ ഒരു ലെവലില് അറ്റ് മോസ്റ്റ് ഒരാളെ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരിക? ഓക്കെ, എന്താ സ്നേഹജ? എങ്ങനെയാ വരിക? സപ്പോസ് യു ഹാവ് ഓറഞ്ച് അറ്റ് ദ ബോട്ടം, ഡിസ്റ്റിംഗ്വിഷബിൾ ആണ് കേട്ടോ. സോ ലെറ്റ്സ് സേ നമുക്ക് കളറിന്റെ ബേസിസിലാണ്, ആൻഡ് റെഡ് അറ്റ് ദ ടോപ്പ്. ഇങ്ങനെയാന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ലെവൽ വന്നു. വാട്ട് ഇസ് ദ നെക്സ്റ്റ് പോസിബിലിറ്റി? അവൻ ഇവിടെ ഇരിക്കാം. This is possible. പിന്നെയോ ഇത് തലതിരിഞ്ഞു വരാം. ഇനി അതർ പോസിബിലിറ്റീസ്? ഞാൻ വിട്ടുപോയേക്കുന്ന ഏതെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ ആയിക്കൂടെ? എന്താ കുഴപ്പം? 2 ഒരേ ലെവലില്. സി, ദിസ് ഇസ് നോട്ട് പോസിബിൾ ട്ടോ. കൺഫ്യൂഷൻ വരരുത്. ദിസ് ഇസ് നോട്ട് പോസിബിൾ. നേരത്തെ നമ്മൾ ഈ കേസ് എഴുതിയിരുന്നു, ബട്ട് ഇവിടെ ഇത് വരില്ല. വൈ? ബിക്കോസ് വി ഹാവ് റെസ്ട്രിക്ഷൻ. 1 particle in each. അവർ എടുത്തു പറയും റെസ്ട്രിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എടുത്തു പറയും.
So ഇവിടെ you have restriction. As a result, this arrangement is not possible. അപ്പോൾ എത്രയേ ഉള്ളൂ? 1, 2, 3, 4, 5, 6. 6 arrangements only. മനസ്സിലാവുന്നില്ലേ? സോ ഇങ്ങനത്തെ കേസസിന് വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങൾക്ക് ഫോർമുല നോക്കൂ. അവരൊരിക്കലും ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു സിമ്പിൾ നമ്പേഴ്സ് വെച്ച് ചോദിക്കില്ല. 3, 2, 4 വെച്ച് ചോദിക്കില്ല. ക്വസ്റ്റ്യൻസിൽ അവർ 5 and 10 5 ലെവൽസ് ഉണ്ട്, 10 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് തരികയാണെങ്കിൽ നമുക്ക് എവിടെയാ നേരം ഇതൊക്കെ വരയ്ക്കാൻ? അതുകൊണ്ടാണ് ഇത് റിലേറ്റ് ചെയ്തിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ എക്സാം ഹാളിൽ ഈ ചെറിയ എക്സാമ്പിൾസ് വെച്ചിട്ട് യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് W is equal to m factor ഒന്നും ചെയ്തു മറന്നു നോക്കട്ടെ. m factorial by m minus n factorial 3 factorial by 3 minus 2. അതെ, ഓക്കെ. This is the formula. നമ്മുടെ കേസിൽ എന്താ വരിക? m is equal to 3, n is equal to 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 into 2 into 3. ഇതിലെ 3 factorial divided by 3 minus 2 is 1 factorial. Answer is 6. 6. Okay, so this is the second formula with restriction. With restriction. അങ്ങനെ ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ചേക്കുന്ന ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ ടൈപ്പ് 2. ഓക്കെ, ടൈപ്പ് 2 ഇൻ ദ സെൻസ് റെസ്ട്രിക്ഷൻ 1 in each എന്നായിരിക്കില്ല. ഓക്കെ, ദേ വിൽ ഗിവ് യു എ സെറ്റ്. ഇങ്ങനെ ഒരു സെറ്റ് തരും. സപ്പോസ് 1, 2, 3 ഇങ്ങനെ ഒരു സെറ്റ് തരും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദിസ് ഇസ് ദ ഒക്യുപ്പൻസി അല്ലെങ്കിൽ occupation number. This is the occupation number, which means if you have 3 states എന്ന് വിചാരിക്കൂ, 3 states and you have 6 particles in total. 6 particles in total. ഇത് കുറച്ച് വലിയ എക്സാമ്പിൾ ആണ്. നമുക്കെല്ലാം വരച്ചു നോക്കാൻ പറ്റില്ല. സോ പറയാണ് occupation number എന്ന് വെച്ചാൽ 6 particle, all of them are distinguishable. ഓക്കെ, ഒരാൾ വയലറ്റ് ആണ്, മറ്റാൾ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. സപ്പോസ് 6 പാർട്ടിക്കിൾസ് ഉണ്ട്, ഓൾ ഓഫ് ദം ഡിഫറെന്റ്. പറയുന്നത് ആദ്യത്തേതില് n1 is equal to 1. ആദ്യത്തെ ലെവലിൽ ഒരാളെയാണ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തേല് 2 ആളെയാണ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തേല് 3 പേരെ. സോ ഇങ്ങനെ എത്ര പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്ന് ചോദിക്കും. സോ ദിസ് ഇസ് കോൾഡ് occupancy or occupation number. ഓക്കെ, റെസ്ട്രിക്ഷൻ ഉണ്ട്. ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ, ബട്ട് 1 in each അല്ല. വ്യത്യാസം മനസ്സിലായില്ലേ? 1 in each അല്ല. സോ ഇങ്ങനെയാണെങ്കിൽ the equation is n factorial divided by, in this case n1 factorial into n2 factorial into n3 factorial. Okay, where n is the total number of particles. Where n is the total number of particles. ഇങ്ങനെയാണ് ചെയ്യുക. or generally നമ്മൾ എങ്ങനെ എഴുതും എന്ന് ചോദിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇപ്പൊ ഇവിടെ 3 ലെവൽസ് ആണുള്ളൂ. ഇത് എപ്പോഴും 3ലേക്ക് തന്നെ റെസ്ട്രിക്ട് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ 4 ഉണ്ടാവാം, 5 ഉണ്ടാവാം. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് n1 factorial into n2 factorial into n3 factorial into n4 factorial ഇങ്ങനെ ഇൻറ്റു ചെയ്ത് എത്രയുണ്ടോ അത്രയും ni factorial വരെ. or the way you represent is n factorial by pi ni factorial. ഈ പൈ, ക്യാപിറ്റൽ പൈ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ പ്രൊഡക്ട്സ് ഇല്ലേ, അതിനെ നമ്മൾ പൈ എന്നാണ് എഴുതുക. ദാറ്റ് ഇസ് i is equal to 1 to i. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എന്ന പോലെ പൈ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ദിസ് ഇസ് ഫോർ സമ്മേഷൻ ആൻഡ് ദ അതർ വൺ ഇസ് ഫോർ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഇപ്പൊ പറഞ്ഞതൊരു CSIR question ആണ്. Okay, so this is the way they give. Okay, so ഇവിടെ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ സൊല്യൂഷൻ W is equal to total number of particles 6 ആണ്. 6 factorial into 1 factorial into 2 factorial into 3 factorial അല്ലേ? 6 factorial നമുക്ക് എങ്ങനെ? ആരുടെ ഓഡിയോ അൺമ്യൂട്ട് ആയിട്ടുണ്ടോ? 1 into 2 into
3 into 4 into 5 into 6 divided by 3 factorial വരെ ഇത്രയും വെട്ടിപ്പോയി 2 ഉണ്ട് this much 15 into 4 60 options were 6 12 60 720 okay നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ എന്താ 60 okay so ഇത്രയും question ഇത്രയും formulas ആണ് നമുക്ക് one more okay ഇനി one more type എന്ന് വെച്ചാൽ ഈ occupancyന്റെ കൂടെ തന്നെ they might club it with degeneracy എന്ന് വെച്ചാൽ no second okay with degenerate states third type with degenerate states degenerate states എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത എല്ലാ കേസസിലും നമ്മൾ എടുത്ത സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ സി ഡീജനറസി എത്രയാ 1 which means these are all non-degenerate എന്ന് വെച്ചാൽ g values 1 അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ they might ask like this ആദ്യത്തെ ലെവൽ നോൺ ഡീജനറേറ്റ് ആണ് രണ്ടാമത്തേത് ഡബ്ലി ഡീജനറേറ്റ് ആണ് മൂന്നാമത്തേത് നോൺ ഡീജനറേറ്റ് ആണ് ഇങ്ങനെ ചിലപ്പോൾ തരും non-degenerate this is doubly degenerate and this is again non-degenerate ചിലപ്പോൾ non-degenerate എന്നിട്ട് ഇവന്റെ കൂടെ again they'll give a set of occupancy number ഇവിടെ n1 particles ഇവിടെ ഇരിക്കാം ഇവിടെ n2 particles ഇരിക്കാം ഇവിടെ n3 particles ഇരിക്കാം total number of particles n ഇങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ ഒന്നുമില്ല നമ്മൾ നേരത്തെ ഫോർമുല എന്തായിരുന്നു ഇറ്റ് വാസ് n factorial by pi of ni factorial അല്ലെ ഇതിന്റെ കൂടെ what you have to do is g1 okay to the power n1 into g2 to the power n2 into g3 to the power n3 ഇങ്ങനെ ചെയ്തു പോണം എത്ര ലെവൽസ് ഉണ്ട് അത്രയും or to summarize നമ്മൾ ഇങ്ങനെ എഴുതും n factorial into pi gi to the power ni divided by pi ni factorial okay ആണോ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡിസ്റ്റിംഗ്വിഷബിളിന്റെ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ഇന്ന് എടുക്കുന്നില്ല വിൽ ഡു സം പ്രോബ്ലംസ് കാരണം അവർ ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത് എനർജിയുടെ ബേസിസിലൊക്കെ ചോദിക്കും അപ്പൊ നമ്മളൊരു 2-3 പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാ പഠിച്ചേക്കുന്നത് 4 ഫോർമുലാസ് ആണ് പഠിച്ചേക്കണം ഒന്ന് W is equal to m to the power n ഇതെപ്പോഴാ when no restriction ഒരു റെസ്ട്രിക്ഷനും ഇല്ലേച്ച ഇങ്ങനെ നമ്മൾ ചെയ്യും ഇനി the other formula is W is equal to m factorial by m minus n factorial ഇതെപ്പോഴാണ് നമ്മൾ ഇടുന്നത് this is applied when one particle in each level പിന്നെയുള്ളത് occupancy നമ്പറിന്റെ ബേസിസിൽ you have n factorial into pi gi to the power ni divided by pi ni factorial okay ഇനി ഡീജനറസി ഇല്ലെങ്കിൽ എല്ലാം നോൺ ഡീജനറേറ്റ് ആണെങ്കിൽ ഈ ടേം ഉണ്ടാവില്ല അത്രേ ഉള്ളൂ ട്ടോ this is when occupancy is given occupancy ഇത്രയാണ് നമുക്ക് വേണ്ടത് okay ഡിസ്റ്റിംഗ്വിഷബിളിന്റെ ഇത്രയും ഇനി വേറെ കുറച്ച് സിറ്റുവേഷൻസ് വരും ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ മെൻഷൻ ചെയ്യില്ല
പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ ആണോ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണോ എന്ന് മെൻഷൻ ചെയ്യില്ല. സോ ബൈ ഡിഫോൾട്ട് യു ഹാവ് ടു ടേക്ക് ദ കേസ് വേർ ദ പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ. അങ്ങനെ എടുത്തോളൂ കേട്ടോ. അവർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ബൈ ഡിഫോൾട്ട് നിങ്ങൾ അത് ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് എടുത്തോളൂ. ഓക്കെ, വിൽ ഡു പ്രോബ്ലംസ്. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കൂ. അതിൽ എനർജീന്റെ ടേംസ് ഒരു ടൈപ്പും കൂടി, ഇറ്റ്സ് നോട്ട് എ ടൈപ്പ്. ഇതിന്റെ ഇവനിങ്ങനെ ഡയറക്റ്റ് നമ്മളിപ്പോ കണ്ടു, ഇങ്ങനെ 1 2 3 സെറ്റ് ആക്കി തരുന്നത് കണ്ടു. വിച്ച് മീൻസ് ആദ്യത്തെ ലെവലിൽ 1, രണ്ടാമത്തെ ലെവലിൽ 2, മൂന്നാമത്തെ ലെവലിൽ 3. അങ്ങനെ അവരായിട്ട് തരില്ല, നമ്മളായിട്ട് കണ്ടുപിടിക്കണം ഓക്യുപ്പൻസി. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ശരി, ക്വസ്റ്റ്യൻസ് തരട്ടെ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഇല്ലെങ്കിൽ വിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ബാച്ച് 1 and 2 സ്റ്റുഡൻസ് നിങ്ങൾ ഓൾറെഡി നോട്ടിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. ടേക്ക് എ റഫ് ഷീറ്റ്, ട്രൈ കേട്ടോ. നിങ്ങൾ വീണ്ടും നോട്ട്സ് ആയിട്ട് എഴുതണം എന്നില്ല, നമ്മളിതൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾ ജസ്റ്റ് ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കാൽക്കുലേഷൻ സ്പീഡ് ക്വിക്ക് ആണോ എന്നുള്ളത് നോക്കുക. എൻട്രോപ്പി ഫോർ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നേക്കണം അവർ കേട്ടോ. 6 ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് കണ്ടോ, ഇങ്ങനെയാണ് അവർ തന്നേക്കണത്. പാർട്ടിക്കിൾസ് വിത്ത് occupation number 0, 1, 2, 3 in 4 states. അപ്പൊ ഇതാണ് ഞാൻ പറയാൻ കാരണം. ഇവിടെ ഐഡന്റിക്കൽ എന്ന് കണ്ടു. ഇവിടെ ഐഡന്റിക്കൽ എന്ന് പറഞ്ഞ വാക്ക് കണ്ടു. ദാറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ് ഇസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഇവിടെ അവർ പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ ആണോ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണോ എന്ന് തന്നിട്ടില്ല. ഓക്കെ, അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഡേറ്റ. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ബൈ ഡിഫോൾട്ട് നമ്മൾ അവര് ഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇൻ ടേംസ് ഓഫ് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ് കിടക്കുന്നത്. KB ln 6, KB ln 2, KB ln 60, ഓപ്ഷൻ D KB ln 720. ഓക്കെ, സോ നമ്മൾ ഏത് ഫോമിൽ അപ്ലൈ ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്യാൻ കണക്ട് ചെയ്യാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഓക്യുപ്പൻസി നമ്പർ തന്നിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഓക്യുപ്പൻസിയുടെ ഫോമിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. എന്താ ആൻസർ? ആൻസർ സി. ഓപ്ഷൻ സി അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഒന്നും ചെയ്യാനില്ല എക്സ്ട്രാ ആയിട്ട്. നേരത്തെ പോലെ തന്നെയല്ലേ, W is equal to 6 factorial by ഡിനോമിനേറ്ററിൽ ഒരു 0 factorial വന്നു കരുതിയിട്ട് what is 0 factorial? 1. 0 factorial is 1. 0 factorial is 0 അല്ല, 0 factorial is 1. ശരി, ഡിവൈഡഡ് ബൈ 3 factorial into 2 factorial into 1 factorial into 0 factorial. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തു കണ്ടോ. 2012 ചോദ്യം, അടുത്ത കൊല്ലം സെയിം ചോദ്യം, 2013 ചോദ്യം. ഇവിടെ അവരെന്താ ചോദിച്ചേ? ഇവരവിടെ W ചോദിച്ചു, ഇവിടെ എന്താ ചോദിച്ചേ? എൻട്രോപ്പി ചോദിച്ചു. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഒരു കഷ്ണവും അതിന്റെ വല്ല മൂലയോ അല്ലെങ്കിൽ അതിന്റെ ഒരു പാട്ടൊക്കെ ആയിരിക്കും അടുത്ത തവണ ചോദിക്കുന്നത്. ശരി, സോ ഓപ്ഷൻ സി. ട്രൈ ദ നെക്സ്റ്റ് വൺ. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 4 മോളിക്യൂൾസ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. തന്നേക്കുന്ന മോളിക്യൂൾസ് ഡിസ്റ്റിങ്വിഷബിൾ ആണോ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണോ എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ബൈ ഡിഫോൾട്ട് നമ്മൾ എന്തെടുക്കുക? ഡിസ്റ്റിങ്വിഷബിൾ ആണ് അങ്ങോട്ട് എടുക്കുക. ഡിസ്റ്റിങ്വിഷബിൾ ആണ്. റെസ്ട്രിക്ഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 1 in each എന്ന് പറഞ്ഞിട്ടില്ല, ഓക്യുപ്പൻസി പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. 4 മോളിക്യൂൾസും തന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അവരെ അറേഞ്ച് ചെയ്യാം. സോ വാട്ട് ഇസ് ദി ആൻസർ? ഏത് ഇക്വേഷൻ?
m to the power n. m to the power n അല്ലേ? സോ വി m to the power n ആണ് നമ്മൾ എടുക്കുക. എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 2 സ്റ്റേറ്റ്സ് ഉണ്ട്. എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 4 പാർട്ടിക്കിൾസ് ഉണ്ട്. സോ 16. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, ഓക്യുപ്പൻസി നമ്പർ അവർ നമുക്ക് തരില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം പണ്ടത്തെ ചോദ്യമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. എ സിസ്റ്റം എഴുതിയെടുക്കൂ. എ സിസ്റ്റം കണ്ടെയ്ൻസ് 4 ഐഡന്റിക്കൽ A system contains 4 identical and distinguishable. 4 identical and distinguishable. Okay, ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിലും തന്നു എന്ന് വരില്ല. ഐഡന്റിക്കൽ മാത്രം ആയിരിക്കും ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഡിസ്റ്റിംഗ്വിഷ്. ഓക്കെ, വീണ്ടും പറയുന്നത് മനസ്സിൽ പതിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ്. So a system contains 4 identical and distinguishable particles having 3 available states. 3 available states of of 1, 2, 3 units of energy and a total energy of 10 units. The number of ways the system can be arranged is. Okay, important. 2011 ഓപ്ഷൻസ് എഴുതാം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 10. ഓക്കെ, സോ സി, ഇവിടെ അവർ ഒക്യുപ്പൻസി നമ്പർ തന്നിട്ടില്ല, ഇൻഡയറക്റ്റ് ആണ്. വി ഹാവ് ടു ഫോർമുലേറ്റ് ദി ഒക്യുപ്പൻസി നമ്പർ, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവരെന്താ തന്നേക്കുന്നതെന്ന് അറിയോ? ഓക്കെ, ദേ ഹാവ് ഗിവൺ m is equal to 3. 3 അവൈലബിൾ സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ 1, 2, 3 എന്ന് പറയുന്നത് n1, n2, n3 അല്ല. n എത്രയാണ്? n is equal to 4. 3 സ്റ്റേറ്റ്സ് ഉണ്ട്, 4 പാർട്ടിക്കിൾസ് ഉണ്ട്. അവർക്ക് അവരുടെ ഡിമാൻഡ് എന്താണ്? ഈ 4 പാർട്ടിക്കിൾസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ടോട്ടൽ എനർജി മസ്റ്റ് ബി 10. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ ഒക്യുപ്പൻസി സെറ്റ് ചെയ്യാൻ. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ലേറ്റസ്റ്റ് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കുറച്ച് ട്വിസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അവർക്ക് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതാണോ എന്ന് അറിയില്ല. അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഒരു പാർട്ടിക്കിളിന് ഇരിക്കാൻ സ്ഥലമില്ല. ഓക്കെ, വിൽ ഡിസ്കസ് ദാറ്റ് ക്വസ്റ്റ്യൻ 2019. ശരി, സോ ഇവിടെ എത്ര ലെവൽസ് ഉള്ളത്? 3 ലെവൽസ് ഉണ്ട്. എന്താ പറയണേ? ആദ്യത്തേന് സപ്പോസ് 1 എപ്സിലോൺ ആണെന്ന് വിചാരിക്കുക. എപ്സിലോൺ ഇൻ ദ സെൻസ് ജസ്റ്റ് എനർജിയുടെ യൂണിറ്റ് ആയിട്ട് ഞാൻ എഴുതിയേക്കുന്നു കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേതിന്റെ 2e ആണെന്ന് വിചാരിക്കുക. മൂന്നാമത്തേന്റെ 3e ആണെന്ന് വിചാരിക്കുക. നമ്മൾ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി മസ്റ്റ് ബി 10. ഓക്കെ, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? വൺ പോസിബിലിറ്റി ഈസ്, നിങ്ങൾ പറയും എങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ട്? ടോട്ടൽ എനർജി 10 ആയിരിക്കണം. നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ 4 ആൾക്കാരും ഉണ്ട്. എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ടോട്ടൽ 10 വരുന്ന രീതിക്ക് സി 2 ഹിയർ 2 ഹിയർ പോസിബിൾ അല്ലേ? അപ്പൊ എല്ലാം യെല്ലോ കളർ ആണ്, ബട്ട് സി അവർ ഡിസ്റ്റിംഗ്വിഷബിൾ ആണ് കേട്ടോ. 1, 2, 3, 4 ഡിസ്റ്റിംഗ്വിഷബിൾ ആണ്. ഇത് പോസിബിൾ അല്ലേ? 2 into 3 is 6. ഇവിടെ 6 യൂണിറ്റ്സ്, ഇവിടെ 2 into 2 4 യൂണിറ്റ്സ്. 6 plus 4 10 യൂണിറ്റ്സ് ഓഫ് എനർജി ആയി. ദിസ് ഇസ് വൺ പോസിബിലിറ്റി. അപ്പൊ ഇതിനോട് കറസ്പോണ്ട് ചെയ്യുന്ന ഒക്യുപ്പൻസി നമ്പർ എത്രയാ? ഫസ്റ്റ് ലെവലിൽ ആരുമില്ല, സെക്കൻഡ് ലെയറിൽ 2 പേര്, മൂന്നാമത്തെ ലെയറിൽ 2 പേര്. ഓക്കെ, ഇപ്പൊ നമ്മൾ വരച്ചേക്കുന്ന പ്രകാരം സെക്കൻഡ് ലെവലിൽ 1 ഉം 3 ആണ് ഇരിക്കുന്നത്.
സോറി 4ഉം 3 ആണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ 1ഉം 2നും ഇരിക്കാം, അല്ലെങ്കിൽ 2നും 4നും ഇരിക്കാം, അല്ലെങ്കിൽ 1നും 3നും ഇരിക്കാം. സോ ദർ ആർ സെവറൽ പോസിബിലിറ്റീസ്. ഓക്കെ, സോ നമ്മൾ ഇതിനോട് കറസ്പോണ്ട് ചെയ്യുന്ന W കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? വി ഹാവ് എ ടോട്ടൽ ഓഫ് 4 പാർട്ടിക്കിൾസ്. Occupancy is 2 factorial into 2 factorial, right? 6. കഴിഞ്ഞില്ല. See, ഇങ്ങനെ മാത്രമല്ല 10 യൂണിറ്റ്സ് ഓഫ് എനർജി വരുന്നത്. There might be other possibilities too. എന്താ അത്? Think ഇങ്ങനെ മാത്രമാണോ ടോട്ടൽ 10 വരിക? കവ്യ 7 o'clock കൂടാ. ഓക്കെ, പറയൂ. ഇങ്ങനെ മാത്രമാണോ വരിക? സി ദിസ് ഇസ് അനദർ പോസിബിലിറ്റി. ഇവിടെ 3 പേര്, ഇവിടെ ഒരാള്. ഇങ്ങനെ ആയിക്കൂടെ? ദിസ് ഇസ് പോസിബിൾ. സോ ഇവിടെ നോക്കൂ, 3 into 3 units of energy, 9 units. ഇവിടെയോ 1 into 1 units of energy. So total 10, 9. This is also another possibility. അപ്പോൾ ഇവിടെ correspond ചെയ്യുന്ന occupancy എന്താ? 1 for the first level, 0 for the second, and 3 for the third. അപ്പോൾ ഇവിടെ you can find possible arrangements അല്ലേ? So എന്താ കിട്ടുക? 4 factorial by 3 factorial into 0 factorial into 1 factorial is equal to 4. ഈ 6ഉം ഈ 4ഉം ആഡ് ചെയ്യുക. ടോട്ടൽ ഇസ് 10. ഇത്രയും രീതിക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യുള്ളൂ, 10 കിട്ടില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി 10. കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ. ദിസ് ഇസ് അനദർ ടൈപ്പ്. In how many ways can gate ആണ്. How many ways can 10 distinguishable 10 distinguishable particles can be distributed among 3 energy levels such that for the ground level occupancy is 4, first level 5, second level 1, whose degeneracies are ആദ്യത്തെ സ്റ്റേറ്റ് നോൺ ഡീജനറേറ്റ് ആണ്, പിന്നത്തെ ഡബ്ല്യു ഡീജനറേറ്റ് ആണ്, പിന്നത്തെ ട്രിപ്ലി ഡീജനറേറ്റ് ആണ്. ഓപ്ഷൻ എ 630, ഓപ്ഷൻ ബി 1260, ഓപ്ഷൻ സി 2520, ഓപ്ഷൻ ഡി 320. ഏതാ ഫോർമുല? ഫോർമുല ഏതാ? n factorial into pi g raised to n by n factorial. അതെ. സോ ഇവിടെ ടോട്ടൽ ഇസ് n ഫാക്ടർ ഇൻടു എത്ര പാർട്ടിക്കിൾസ്? മൊത്തം 10 ഉണ്ട് അല്ലേ? 10 factorial into കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, ടെൻഷൻ അടിക്കണ്ട, അതിൽ കൊടുത്താൽ മതി. 10 factorial into g0 to the power n0 into g1 to the power n1 into g2 to the power n2 divided by n0 factorial into n1 factorial into n2 factorial. ഇതാണ് ഇക്വേഷൻ.
degeneracy തന്നിട്ടുണ്ടെങ്കിൽ. ഇനി all the values are given, direct substitution മാത്രമേ ഉള്ളൂ. 1 to the power any number is 1 itself, പിന്നെ 2 to the power 5 into 3 to the power 1 divided by 4 factorial into 5 factorial into 1 factorial. വെട്ടിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി എത്രയേ ഉള്ളൂ? 6, 7, 8, 9, 10 into 1 into 32 into 3 divided by 4 factorial പറഞ്ഞ 4 into 3 into 2 into 1. Okay. 4 into 2 is 8. 3 times 3. Okay. ചെയ്ത് കഴിയുമ്പോൾ you get the answer. Okay, options ഉണ്ടോ? 42 into 3 into 30. Options ഇല്ലേ? into 90 32. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? 10 distinguishable, 1 to the power 4, 2 to the power 5, 3 to the power 1. divided by 4, 5, 1. വെട്ടിപ്പോയി. പിന്നെ ബാക്കി 6, 7, 8, 9, 10 into 16 into 2 32 ആണ്, into 3 ആണ്. 1, 2, 3, 4. 2s are 8 വെട്ടി, 3 വെട്ടി. 30 into 3, 90. 90 into 42 into 30. എനിക്ക് കിട്ടുന്ന ആൻസർ 120960 ആണ്. ആ ആൻസർ ഓപ്ഷനിൽ ഇല്ലല്ലോ. 120960. നീ എഴുതിയെടുത്ത തെറ്റാണോ? 120960. Okay. Anyways, this is the way we do it. In ഓപ്ഷൻ എഴുതിയെടുത്ത തെറ്റായിരിക്കും. ഈ ആൻസർ കിട്ടുന്നില്ലേ? ഞാൻ ചെയ്ത മിസ്റ്റേക്ക് അല്ലല്ലോ അല്ലേ? കിട്ടുന്നുണ്ട്. ഓക്കെ. നൗ ലാസ്റ്റ് ടൈപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. ഇങ്ങനെ ഒന്നുണ്ട്. ദാറ്റ് ഇസ് ദി ലാസ്റ്റ് ചേഞ്ച് ഇൻ ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ തന്നിട്ട് ദി ലാസ്റ്റ് ദി ചേഞ്ച് അവിടെ ഉണ്ട്. സെക്കൻഡ് like this. Last type. Okay, ഇപ്പൊ വിടാം. A system contains, again gate. A system contains 6 distinguishable particles and have 3 energy levels. 3 energy levels. Okay. Question അവർ തന്നേക്കണത് at 300 Kelvin the distribution of particles in the energy levels is at 300 level. ആ വരിയൊന്നും ഞാൻ എഴുതുന്നില്ല കേട്ടോ. at 300 Kelvin നമ്മുടെ occupancy ഇങ്ങനെയാണ്. അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ. at 300 Kelvin distribution of the particle is 510. Okay, and at 1000 Kelvin അവർ തന്നേക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ മാറി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മുകളിലേക്കൊക്കെ എക്സൈറ്റ് ആയി പോയിട്ട് 231 ആയിട്ട് മാറുന്നു. കാൽക്കുലേറ്റ് ഡെൽറ്റ എസ്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ഡെൽറ്റ എസ്. ഓപ്ഷൻ Option A 2.303 kb. Option B kb ln 6. Option C kb ln 60. Option D kb ln 54.
try. ഇങ്ങനെ നമ്മൾ ചെയ്യാം. At 300 Kelvin, suppose entropy S1 കൊണ്ടാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ it is equal to total എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് പറഞ്ഞേക്കണേ 6 factorial by 5 factorial into 1 factorial into 0 factorial. 6 മാത്രമേ ഉള്ളൂ. Answer is 6. Entropy is 6 units. Oh, not entropy, sorry. W is 6, sorry. W, sorry. Okay. W is 6. അപ്പോൾ S1 എന്ന് പറയുന്നത് എന്താ? KB ln 6. Okay, KB ln 6. Okay. Okay. ഇനി നമ്മൾ എന്താ ചെയ്യാ? ടെമ്പറേച്ചർ കൂട്ടി അല്ലേ? ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചു? ഓക്യുപ്പൻസി ലെവൽ മാറി. W നമ്മൾ എന്താ എടുക്കേണ്ടത്? 6 ഫാക്ടോറിയൽ ബൈ 2 factorial, 3 factorial, 1 factorial. So that is 4 into 5 into 6. 3. 15 4 is 60. 60 possible arrangements. Appa S2 പറഞ്ഞാൽ it is KB ln 60. KB ln 60. So what is S2 minus S1? KB ln 60 minus KB ln 6. Okay, ln A minus ln B is ln A by B. So നമുക്ക് എന്താ കിട്ടുക? KB ln 60 by 6 ln 10. ln നെ log ആക്കുമ്പോൾ 2.303 KB log 10. Log 10 is 1. Option A. Option A. Okay. So these are the four. Very important. The second one is problems ശരിക്കുന്നില്ല. Second one is indistinguishable. എന്നുവെച്ചാൽ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. കൂടുതലും ഡിസ്റ്റിംഗ്വിഷബിൾ ആണ് ചോദിക്കുന്നത്. 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്റ്റിംഗ്വിഷബിൾ എന്നുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സപ്പോസ് യു ഹാവ് M is equal to 3, N is equal to 2. ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. കളറിന്റെ ടേംസ് ഒന്നും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എത്ര അറേഞ്ച്മെന്റ്സ് കിട്ടുന്നു നോക്കൂ നിങ്ങൾ. No restriction. Case 1, no restriction. No restrictions. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? 2 പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? 2 പേര് ഇവിടെ ആയിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, ഓർ ഇവിടെ ആയിക്കോട്ടെ. This is possible. And what are the other possibilities? Other set of possibilities include 2 പാർട്ടിക്കിൾസിന് ഇവിടെയും ഇവിടെ ആയിട്ടിരിക്കാം, ഇവിടെയും ഇവിടെ ആയിട്ടിരിക്കാം, ഓർ ഇവിടെയും ഇവിടെയും ആയിട്ടിരിക്കാം. റൈറ്റ്? ഇറ്റ്സ് പോസിബിൾ. ഇനി നമുക്ക് ഇതിന് ഇന്റർചേഞ്ച് ഓൺലി 6 പോസിബിലിറ്റീസ്. നേരെ മറിച്ച് നമ്മൾ ഇതേ നമ്പർ ഓഫ് സ്റ്റേറ്റ്സും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്തു ഫോർ ഡിസ്റ്റിംഗ്വിഷബിൾ. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷബിളിന്റെ കേസിൽ നമ്മൾ എടുത്തപ്പോൾ വി ഗോട്ട് 9 പോസിബിലിറ്റീസ്. പക്ഷെ ഇവിടെ 6 പോസിബിലിറ്റീസ് ആണുള്ളൂ. കാരണം എന്താ? പാർട്ടിക്കിൾസിന് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഇൻഡിസ്റ്റിംഗ്വിഷ്. സെയിം ആണ്. കളർ ആയിക്കോട്ടെ, അവരുടെ സൈസ് ആയിക്കോട്ടെ, ഒരു പാരാമീറ്റർ. ദാറ്റ് മീൻസ് നമുക്ക് അവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. Okay, we have only 6 possible arrangements. So ഇങ്ങനെ വരുമ്പോൾ the formula is n plus m minus 1 the whole factorial divided by n factorial into m minus 1 factorial. Okay.
കേട്ടോ. n എന്താ നമ്മുടെ 2 plus 3 minus 1 factorial divided by n factorial is 2 factorial into m minus 1 is 3 minus 1. ചെയ്തു നോക്കൂ 6 കിട്ടുന്നുണ്ടോന്ന്. 2 plus 3 is 5 minus 1 is 4 divided by 2 factorial into 2 factorial. 3 into 4 by 2. 6, okay. First equation. Okay. And suppose our beam konduvaranu vicharikku, that is if you have it like this. Engane one particle in each level. Etra possibilities undavuka? You have m is equal to 3 and n is equal to 2. Condition vannu, restriction vannu, they are indistinguishable, and we can place only one particle in each level. Etra vanne? This is a possibility, this is a possibility, and this is a possibility. This is it. 3. Right? Restriction vannu. Alla ponnuda kornu. So here the formula is m factorial by m minus n factorial into n factorial. Okay. നേരത്തെ ഡിസ്റ്റിങ്വിഷബിൾ ആയിരുന്ന now this is a very important observation. ഈ ഒബ്സർവേഷന്റെ ബേസിസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഡിസ്റ്റിങ്വിഷബിൾ ആയിരുന്ന സമയത്ത് ഇത്രയും പോർഷൻ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. now ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയപ്പോൾ എന്താ സംഭവിച്ചേ? we divide n ഫാക്ടോറിയൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലേ? നമ്മളൊന്ന് ചെയ്ത് നോക്കണം. 3 factorial by 3 minus 2 is 1 factorial into 2 factorial. Answer is 3. Answer is 3. Okay. മനസ്സിലാവുന്നില്ലേ? So to summarize, suppose you summarize ചെയ്യാണ് കഴിഞ്ഞു. Problems നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. So we were discussing about distinguishable and indistinguishable. Okay. Indistinguishable. So first case is without any restriction. M to the power n ആണ് ഇവിടെ എന്താ വരിക? n plus m, ഈ n plus m minus 1 എന്നുള്ള രീതിക്ക് തന്നെ പഠിക്കുക. So that denominator നിങ്ങൾക്ക് ദാ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. n factorial into m minus 1 factorial. അങ്ങനെ എഴുതാലോ കേട്ടോ. അങ്ങനെ തന്നെ പഠിക്കുക. അല്ലെങ്കിൽ ഇവിടെ m factorial ഒരു n minus 1 ആണോ അങ്ങനെ കൺഫ്യൂഷൻ ഒക്കെ വരും. സോ ഇങ്ങനെ തന്നെ പഠിക്കാം. So this is the case with no restriction. ഇവിടെ എന്താ? No restriction. അല്ലേ? അടുത്ത കേസ് എന്താ? വൺ പാർട്ടിക്കിൾ ഇൻ ഈച്ച് ലെവൽ. അങ്ങനെ വരുമ്പോഴോ വൺ പാർട്ടിക്കിൾ ഇൻ ഈച്ച് ലെവൽ വരുമ്പോൾ ഡിസ്റ്റിങ്വിഷബിൾ ആവുന്ന സമയത്ത് നമ്മൾ കണ്ടു that it is w is equal to m factorial by m minus n factorial. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? Since it is indistinguishable. വീണ്ടും നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റഡ് കോൺഫിഗറേഷൻ ആൻഡ് ഓറിയന്റേഷൻസ് തന്നെയാണ് വരിക. സോ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് we'll divide it by n factorial അല്ലേ? റെപ്പറ്റീഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മനസ്സിലായില്ലേ? റെപ്പറ്റീഷൻസ് ഒഴിവാക്കാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ 6 ആണ് കിട്ടിയത്. ഓക്കെ. അതിനെ നമ്മൾ എക്സ്ട്രാ n ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തത് എന്തിനാ? So that you get 3 repetition. ഇതിനെ തിരിച്ചിട്ട് മറിച്ചിട്ടാലും കാര്യമില്ലല്ലോ. റിപ്പീറ്റഡ് കോൺഫിഗറേഷൻസ് ആണ്. സോ റിപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ n ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. സോ വൺ പാർട്ടിക്കിൾ ഇൻ ഈച്ച് ലെവലിലാണെങ്കിൽ ഇങ്ങനെ. ഇനി അതല്ല ഓക്യുപ്പൻസി തന്നിട്ടുണ്ടെന്നാണെങ്കിലോ ഓക്യുപ്പൻസി തന്നിട്ടുണ്ടെന്നാണെങ്കിൽ സെയിം പോലെ തന്നെ കേട്ടോ. ഇവിടെ എന്താ വരിക? ഇവിടെ you will have w is equal to n factorial into
pi gi to the power ni divided by pi ni factorial. ഇവിടെ നമ്മൾ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? n ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ മുകളിൽ n ഫാക്ടോറിയൽ, താഴെ n ഫാക്ടോറിയൽ, അത് ക്യാൻസൽ ആയി പോകും. ആൻഡ് വാട്ട് യു വിൽ ഹാവ് ഇസ് pi gi to the power ni divided by pi ni factorial. Okay, repetition ഒഴിവാക്കാൻ വേണ്ടിയിട്ട് you divided by n factorial. Okay, so this is the summary of today's class. Number of microstates. വേണം വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ, ഐഡന്റിക്കൽ ആൻഡ് ഡിസ്റ്റിങ്വിഷബിൾ. ദിസ് ഇസ് ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് വരിക, അതുകൊണ്ടാണ് ഐഡന്റിക്കൽ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഓക്കെ, സോ ഐഡന്റിക്കൽ ഇസ് നോട്ട് സെയിം ആസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഐഡന്റിക്കൽ ഇസ് നോട്ട് സെയിം ആസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. കേട്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഐ പോസ്റ്റ് 2 to 3 questions as homework. ജസ്റ്റ് നിങ്ങൾ സമയം പോലെ ഒന്ന് ആൻസർ ചെയ്യാം. അതെ, ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തേക്കാം. ശരി, താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട് ഇല്ലാലോ?